ഹായ്, വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക്. ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇത് ട്യൂസ്ഡേ, അപ്പൊ Q&A സെക്ഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. അതിന് മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റഡ് വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കാം. അപ്പൊ നമുക്ക് Q&Aയിലോട്ട് പോവാം. കഴിഞ്ഞ പ്രാവശ്യം ക്ലോസ്ഡ് കൊമഡോൺസിന്റെ വീഡിയോ ഇട്ടപ്പോൾ അതിന്റെ കമന്റ് സെക്ഷനിൽ വന്നെയാണ് എനിക്ക് ഓപ്പൺ കൊമഡോൺസ് ആണ് ഉള്ളത്, അതുകൊണ്ട് ഞാൻ ഈ റൊട്ടീൻ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ മതിയോ എന്നുള്ളതാണ്. സത്യത്തിൽ ക്ലോസ്ഡ് കൊമഡോൺസും ഓപ്പൺ കൊമഡോൺസും നമുക്കറിയാം നമ്മുടെ പോസിനെ ക്ലോഗ് ചെയ്യുന്ന സാധനമാണ്. പക്ഷെ ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ക്ലോസ്ഡ് കൊമഡോൺസിന്റെ പോസ് ക്ലോഗ് ചെയ്യുന്നതിനോടൊപ്പം അതൊരു ലെയർ ഓഫ് സ്കിൻ വന്ന് കവർ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് അത് വൈറ്റ് ഹെഡ്സ് ആയിട്ടിരിക്കും. പക്ഷെ ഓപ്പൺ കൊമഡോൺസ് ഈ ഒരു കവറിങ് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് നമ്മുടെ എന്താ പറയുക ഓക്സിജൻ ആയിട്ട് ചേർന്നത് ഓക്സിഡൈസ് ആയിട്ട് അത് ബ്ലാക്ക് കളറിലാവും. അങ്ങനെ അത് ബ്ലാക്ക് ഹെഡ്സ് ആയിട്ട് മാറും. അത് മാത്രമല്ല ഓപ്പൺ കൊമഡോൺസ് എന്നും പറയപ്പെടുന്നു. അതുകൊണ്ടാണ് ഓപ്പൺ കൊമഡോൺസ് ബ്ലാക്ക് ഹെഡ്സ്, ക്ലോസ്ഡ് കൊമഡോൺസ് വൈറ്റ് ഹെഡ്സ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. ചില സമയത്ത് നിങ്ങൾക്ക് വൈറ്റ് ഉണ്ടെങ്കിലും ഇപ്പൊ ചില ആൾക്കാർ എനിക്ക് ഓപ്പൺ ബോസും വൈറ്റ് ഹെഡ്സും ഉണ്ടെന്ന്, അത് പെട്ടെന്ന് അങ്ങോട്ട് ഓക്സിഡേഷൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് അത് വൈറ്റ് ഹെഡ്സ് ആയിട്ടിരിക്കുന്നത്. കുറച്ച് സമയം കഴിയുമ്പോൾ അത് ബ്ലാക്ക് ഹെഡ്സിലോട്ട് മാറും. അപ്പൊ വൈറ്റ് ഹെഡ്സ് ആണ് ബ്ലാക്ക് ഹെഡ്സിലോട്ട് മാറുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പം രണ്ടിനും സെയിം പരിപാടിയാണോ ചെയ്യുന്നത്? ഒരു പരിധിവരെ രണ്ടിനും സെയിം തന്നെയാണ്. പക്ഷെ ചില സാധനങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ക്ലോസ്ഡ് കൊമഡോൺസിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, റെറ്റിനോൾസ് ആണ്. കാരണം എക്സ്ഫോളിയേറ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നെ കളയുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പക്ഷെ ഓപ്പൺ കൊമഡോൺസിലോട്ട് വരുമ്പോൾ നമുക്ക് പോസിന്റെ അപ്പിയറൻസ് കുറയ്ക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൂടാതെ തന്നെ നമുക്ക് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്കിന്നിനെ ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ആവശ്യമാണ്. അപ്പൊ കൂടുതലായിട്ടും ഈ ഓപ്പൺ കൊമഡോൺസ് നമ്മൾ കാണുന്നത് ഓയിലി കോമ്പിനേഷൻ സ്കിൻകാർക്കാണ്. മാത്രമല്ല അപ്പൊ ഓപ്പൺ പോസിന്റെ അപ്പിയറൻസ് അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് വലുതായിട്ട് വരും. ക്ലോസ്ഡ് കൊമഡോൺസിൽ അത്ര വലുതായിട്ടില്ലെങ്കിലും വലുതാവില്ല എന്നല്ല, പക്ഷെ ഓപ്പൺ കൊമഡോൺസിനെക്കാളും ക്ലോസ്ഡ് കൊമഡോൺസിൽ ഓപ്പൺ പോസിന്റെ അപ്പിയറൻസ് കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് പോസിന്റെ അപ്പിയറൻസ് നമുക്ക് കുറയ്ക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ഫോളിയേറ്റ് ചെയ്യണം, ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യണം. അതുപോലെ തന്നെ ഈ സാധനം ഇനി വരാതിരിക്കാനും നമ്മൾ നോക്കണം. അപ്പൊ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യേണ്ടത്? ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് സാലിസിലിക് ആസിഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അതായത് സാലിസിലിക് ആസിഡ് സിറം, സാലിസിലിക് ആസിഡ് ടോണേഴ്സ്, അല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ്. നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ഏതെങ്കിലും സെലക്ട് ചെയ്യാം. അതല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഞാൻ പറയും ഓപ്പൺ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ആണെങ്കിൽ ഫേസ് വാഷിനേക്കാൾ നിങ്ങൾക്ക് ഒരുപാട് ഓയിലി സ്കിൻ അല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ എക്സസീവ് ആയിട്ട് ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഫേസ് വാഷും കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ എന്തായാലും വീക്ക്ലി വൺസോ ട്വൈസോ സാലിസിലിക് ആസിഡ് സിറംസും കൂടെ നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാം. ഇപ്പൊ റെക്കമെൻഡേഷൻസ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ സാലിസിലിക് ആസിഡ് സിറത്തിന്റെ നമ്മുടെ മിനിമലിസ്റ്റിലെ സാലിസിലിക് ആസിഡ് സിറം, അതല്ലെങ്കിൽ നമ്മുടെ ഡെർമക്കോയുടെ സാലിസിലിക് ആസിഡ് സിറം, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡിനറിയുടെ സാലിസിലിക് ആസിഡ് സിറം, ഇതൊക്കെ നല്ല ഓപ്ഷൻസ് ആണ്. ഇത് മൂന്നാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഫേവറേറ്റ്. അതുകൊണ്ട് ഇത് മൂന്ന് മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ. അതല്ല നിങ്ങൾക്ക് ഫേസ് വാഷും കൂടെ വേണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ഞാൻ പറയും ഡെർമക്കോഡ് 2% സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിനകത്ത് 1% സാലിസിലിക് ആസിഡ് ഉള്ളൂ. അല്ലെങ്കിൽ ഫോക്സ്റ്റേറിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷും കുറച്ച് ജെന്റിലാണ്. പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് 2% സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ സ്കിന്ന് ചിലപ്പോൾ ഒരു ചെറിയതായിട്ട് പേർജിങ് വരും. ഈ പേർജിങ് വരാതിരിക്കാൻ 1% സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ആയിരിക്കും നല്ലത്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് നയാസിനമൈഡ് സിറം. കാരണം ഓപ്പൺ പോസിന്റെ അപ്പിയറൻസ് കുറയ്ക്കാനായിട്ട് സ്കിന്നെ ഒന്ന് എന്താ പറയുന്നത് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ നയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യും. എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ 5% സ്റ്റാർട്ട് ചെയ്യുക. അതല്ലെങ്കിൽ 10% സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെയിലി 2 നേരം സ്റ്റാർട്ട് ചെയ്യാതെ ഫസ്റ്റ് ഒരു വീക്കിൽ ഓൾട്ടർനേറ്റ് 7 ദിവസത്തിൽ നമ്മളൊരു 3-4 ദിവസം മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യുക. വെച്ചാൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഇപ്പൊ സൺഡേ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സൺഡേ യൂസ് ചെയ്യുക, മൺഡേ യൂസ് ചെയ്യേണ്ട, വെനസ്ഡേ യൂസ് ചെയ്യുക, തേഴ്സ്ഡേ യൂസ് ചെയ്യേണ്ട, ഫ്രൈഡേ യൂസ് ചെയ്യുക. അങ്ങനെ 3 ദിവസം മാത്രം യൂസ് ചെയ്യുക. എന്നിട്ട് അങ്ങനെ യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് സൺഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സൺഡേ യൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു 2 ദിവസം നിങ്ങൾക്ക് അടുത്ത് യൂസ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്കിൻ ഒന്ന് പ്രിപ്പയർ ആവും ഈ നയാസിനമൈഡ് സിറം 10% അപ്ലൈ ചെയ്യാൻ. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മൂക്കുരു വരത്തില്ല. അതല്ല നിങ്ങൾക്ക് 2 നേരം വെച്ച് യൂസ് ചെയ്യാനാണെങ്കിൽ 5% യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അടുത്തതാണ് എക്സ്ഫോളിയേഷൻ. എക്സ്ഫോളിയേഷൻ അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങളൊരു 24 ഏജിന് എബോ ആണ്, അതല്ല നിങ്ങൾക്ക് 23 ആണ്, നിങ്ങൾക്ക് നല്ല വൈറ്റ് ഹെഡ്സ് ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അധികം വൈറ്റ് ഹെഡ്സ് ഇല്ല എന്നാൽ ഒരു 23-24 ഏജിൽ നമുക്ക് റെറ്റിനോൾ സ്റ്റാർട്ട് ചെയ്യാം. അത് നമ്മുടെ സ്കിന്നിന്റെ പ്രോബ്ലം അനുസരിച്ചാണ്. ഇപ്പൊ 23ാമത്തെ വയസ്സ് നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റെറ്റിനോളിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 23ാമത്തെ വയസ്സ് തൊട്ട് റെറ്റിനോൾ സ്റ്റാർട്ട് ചെയ്യാം, ഇഷ്യൂ ഇല്ല. പക്ഷെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള റെറ്റിനോൾസ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതായത് നമ്മുടെ റിക്വലിന്റെ റെറ്റിനോൾ സിറം ക്രീം, അതല്ലെങ്കിൽ നമ്മുടെ
ആന്റി ഏജിങ് ആണെന്ന് പറയണമെങ്കിൽ അവർ ഒന്ന് നമ്മുടെ കൊളാജിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ പെട്ടെന്ന് സ്കിൻ എക്സ്ഫോളിയേറ്റ് ആവും. അതുകൊണ്ടാണ് റെറ്റിനോൾസ് യൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടർ വിയും ഡെർമക്കോയുടെയും കൂടെ റെറ്റിനോൾ ക്രീം അവൈലബിൾ ആണ്. ഇത് യൂസ് ചെയ്യുക. ഇത് ഫസ്റ്റ് നിങ്ങൾ വീക്കിലി 2 പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്യുക. എന്നിട്ട് 2-3 ആഴ്ച കഴിഞ്ഞിട്ട് വീക്കിലി 3 ടൈംസ് അത്ര മാത്രം റെറ്റിനോളിന്റെ ആവശ്യം നമ്മുടെ ഫേസിലുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ സാലിസിലിക് ആസിഡായി, നയാസിനമൈഡായി, പിന്നെ റെറ്റിനോളായി. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ എക്സ്ഫോളിയേഷൻ പ്രോപ്പർ. ഇപ്പൊ നിങ്ങൾക്ക് റെറ്റിനോൾ വെച്ചിട്ട് അല്ലാണ്ട് എക്സ്ഫോളിയേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഗ്ലൈക്കോളിക് ആസിഡ്. ഒന്നുകിൽ ഗ്ലൈക്കോളിക് ആസിഡ് അല്ലെങ്കിൽ റെറ്റിനോൾ, ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി. പിന്നെ പേഴ്സണലായിട്ട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും 18 ഏജിന് എബോവ് ഉള്ള ആൾക്കാരാണെങ്കിൽ റെറ്റിനോളിനേക്കാളും കുറച്ചും കൂടെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് ഗ്ലൈക്കോളിക് ആസിഡ് ആണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് 23 ഒക്കെ കഴിഞ്ഞിട്ട് 25 കഴിഞ്ഞിട്ട് റെറ്റിനോൾ യൂസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ഒരു ഏർലി സ്റ്റേജിലാണ് നമുക്ക് ഗ്ലൈക്കോളിക് ആസിഡ് കുറച്ചുകൂടി എക്സ്ഫോളിയേഷൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഗ്ലൈക്കോളിക് ആസിഡ് സിറം തന്നെ യൂസ് ചെയ്യണമെന്നില്ല, ടോണറിലോട്ട് തന്നെ പോകാം. ടോണറിലാണെങ്കിൽ നമ്മുടെ മിനിമലിസ്റ്റിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുന്നത് ഓർഡിനറിയിലുണ്ട്, കെമിസ്ട്രി ക്ലേയിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എച്ച് ഗ്ലോ ആയിട്ടുണ്ട് വിഷ്കയിലൊക്കെ ഗ്ലൈക്കോളിക് ആസിഡ് ടോണേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ഏതെങ്കിലും യൂസ് ചെയ്താലും മതി. ഈ സമയത്ത് എന്തായാലും നമുക്ക് സാലിസിലിക് ആസിഡ് ഗ്ലൈക്കോളിക് ആസിഡ് ടോണേഴ്സ് ഒരുമിച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. സാലിസിലിക് ആസിഡ് സിറം കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്യേണ്ടതായതുകൊണ്ട് സാലിസിലിക് ആസിഡ് സിറം എന്തായാലും യൂസ് ചെയ്യാം. പക്ഷേ വീക്കിലി സാലിസിലിക് ആസിഡ് സിറം വീക്കിലി 2-3 തവണ യൂസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം 2 തവണ യൂസ് ചെയ്യുന്നത്. എക്സസീവ് ആയിട്ട് ഓയിലി ആണെങ്കിൽ മാത്രം 3, അതും ഒരു 23-25 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാരാണെങ്കിൽ മാത്രമേ വീക്കിലി 3 തവണ എക്സസീവ് ഓയിലി ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒരു 18-നും 25-നും ഒക്കെ ഇടയിലുള്ള ആൾക്കാരാണെങ്കിൽ സാലിസിലിക് ആസിഡ് എക്സസീവ് ആയിട്ട് ഓയിലി സ്കിൻകാരാണെങ്കിൽ 2 പ്രാവശ്യം, അതല്ല എന്നുണ്ടെങ്കിൽ 1 പ്രാവശ്യം മാത്രം യൂസ് ചെയ്താൽ മതി. ഓക്കെ, അത് നൈറ്റ്ലി യൂസ് ചെയ്യാം. ഇനി സാലിസിലിക് ആസിഡ് സിറം യൂസ് ചെയ്യുന്ന ഡേ ആണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ മൺഡേ യൂസ് ചെയ്തെന്ന് വെച്ചോ, ട്യൂസ്ഡേ വെനസ്ഡേയും നിങ്ങൾ വേറെ ആക്റ്റീവ്സ് വേറെ ഒന്നും യൂസ് ചെയ്യാതെ ഒരു തേഴ്സ്ഡേ മാത്രമേ നിങ്ങൾ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മുടെ സ്പേസ് വേണം ഇടയ്ക്ക്. അതുകൊണ്ട് അപ്പൊ പിന്നെ നമുക്ക് സ്പേസ് കിട്ടും റെറ്റിനോൾ യൂസ് ചെയ്യാൻ ഒരു ദിവസം. അങ്ങനെ യൂസ് 25 ആകുമ്പോൾ നമുക്ക് റെറ്റിനോളിനെ പറ്റി ആലോചിക്കണില്ല. റെറ്റിനോൾ ഇല്ല കേട്ടോ, മറ്റുള്ള അത് റെറ്റിനോൾ ഇല്ല. ഗ്ലൈക്കോളിക് ആസിഡ് സാലിസിലിക് ആസിഡ് സിറവും ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ യൂസ് ചെയ്യുന്നതിന്റെ ഇടയിൽ 2-3 ദിവസം ഗ്യാപ്പ് ഇടുന്നതാണ് നമുക്ക് എപ്പോഴും സ്കിൻ ബാരിയർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത്. രണ്ട് ഡിഫറെന്റ് പി എച്ചിലുള്ള ആസിഡ്സ് ആയതുകൊണ്ട് ചിലപ്പോൾ സ്കിൻ ഇറിറ്റേഷൻസ് വരാം. അപ്പൊ ഡിഫറെന്റ് ടൈംസിൽ യൂസ് ചെയ്താൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. മാത്രമല്ല നിങ്ങൾ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള നോൺ കൊമഡോജനിക് ആയിട്ടുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് മാറ്റാനായിട്ട് പറ്റും. ഇനി ഒരിക്കലും നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടെങ്കിൽ ചെയ്തുകൂടാത്ത കാര്യമാണ് അത് പിതുക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കരുത്. എനിക്ക് ബ്ലാക്ക് ഹെഡ്സിലുണ്ട്, എനിക്കും ഒക്കെ ആ ടെൻഡൻസി നമ്മളിങ്ങനെ പിതുക്കിയിട്ട് അത് പുറത്ത് കളയാനായിട്ടുള്ള ആ പരിപാടിക്ക് നിൽക്കരുത്. കാരണം സ്കിൻ അവിടെ ഇറിറ്റേറ്റഡ് ആവും, റെഡിഷ്നെസ് വരാനായിട്ട്. മാത്രമല്ല അത് അങ്ങനെ നിൽക്കുന്നുണ്ടും വീണ്ടും ഓയിൽസ് ഒക്കെ വന്നിട്ട് അവിടെ നിറയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മാക്സിമം നോ സ്ട്രിപ്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നോ സ്ട്രിപ്സ് കൊണ്ട് നമ്മുടെ ഈ ഒരു വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് മാത്രമല്ല സെബേഷ്യസ് ഫിലമെന്റും കൂടെ പോകും. പിന്നെ നമ്മുടെ ഒരു ലെയർ സ്കിന്നും കൂടെ പോകും. അതിനേക്കാളും നല്ലതല്ലേ ഈ പറഞ്ഞ കാര്യങ്ങൾ സ്കിൻ ബാരിയർ ഡാമേജ് ആവാതെ ചെയ്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് ഓപ്പൺ കോമഡോൺസ് മാറ്റാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് റൊട്ടീൻ ബേസ്ഡ് വീഡിയോസ് വിത്ത് റെക്കമെൻഡേഷൻസ് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണം, നമുക്ക് ഉടനെ തന്നെ ചെയ്യാം. അടുത്തതാണ് ട്രെറ്റിനോയിൻ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ളത്. ഇതിനെപ്പറ്റി എപ്പോഴും ഡൗട്ട്സ് വരാറുണ്ട് ഡെഫിനറ്റ്ലി. കാരണം അത് നല്ല ഇറിറ്റേറ്റിംഗ് ഇൻഗ്രീഡിയന്റ് ആയതുകൊണ്ട് ഒരുപാട് പേർക്ക് അതിനെപ്പറ്റി ഡൗട്ട്സ് വരാറുണ്ട്. അപ്പൊ നമ്മളത് ക്ലിയർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ട്രെറ്റിനോയിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ അറിയാം ഒരു വിറ്റാമിൻ എയുടെ അണ്ടർ വരുന്നതാണ്. സ്കിൻ നന്നായിട്ട് ഇറിറ്റേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷെ അതുപോലെ സ്കിന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് പിമ്പിൾസ് ഒക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ല രീതിയിൽ ഡോക്ടർ അണ്ടറിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊലോങ്ഡ് പീരീഡിൽ എടുക്കുമ്പോൾ ചിലപ്പോൾ ഡെഫിനറ്റ്ലി ഫൈൻ ലൈൻസ് റിംഗിൾസ് വരെ അവോയ്ഡ് ചെയ്യാനായിട്ട് ട്രെറ്റിനോയിൻ ഹെൽപ്പ് ചെയ്യും. പക്ഷെ നല്ല ലോങ് ജേർണി ആണ് കേട്ടോ. മാത്രമല്ല അത് ഡോക്ടറിന്റെ അണ്ടറിൽ നമ്മൾ നന്നായിട്ട് സ്ക്രൂട്ടായിട്ട് നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരു പരിധിവരെ ഡോക്ടർ ഉറപ്പ് തരുന്നവരെ നമുക്ക് സ്വന്തമായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് ട്രെറ്റിനോയിൻ. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ട്രെറ്റിനോയിൻ സ്കിൻ നന്നായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ ട്രെറ്റിനോയിൻ നമുക്കൊരു കാര്യം കൂടെ തരും. ട്രെറ്റിനോയിൻ അഗ്ലിങ് അതല്ലെങ്കിൽ പേർജിങ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ റെറ്റിനോളും ട്രെറ്റിനോയിനും ഒക്കെ ഒരു സാധനമാണ്. കുറച്ചുകൂടെ ഇറിറ്റേറ്റിംഗ് ആണ് ട്രെറ്റിനോയിൻ, അത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ റെറ്റിനോൾ എന്ന് പറഞ്ഞാൽ അത് ട്രെറ്റിനോയിൻ ആണ് കേട്ടോ. എനിവേസ് ട്രെറ്റിനോയിൻ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാനായിട്ട് കൊളാജിൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മുടെ സ്കിൻ പ്രോപ്പർ ആയിട്ട് ഒരു സൈക്കിൾ ഉണ്ട്. ഒരു 28 ദിവസം കഴിയുമ്പോൾ ഇത് പീലായിട്ട് ഇത് ഡെഡ് സ്കിൻ ആയിട്ട് പുറത്തു പോയിട്ട് പുതിയ സ്കിൻ വരും. പക്ഷെ ട്രെറ്റിനോയിൻ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഫംഗ്ഷൻ കുറച്ച് കൂടെ ഫാസ്റ്റ് ആവും. അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് ഒരുപാട് കൊളാജിൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട്
അത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ പുതിയ പുതിയ സ്കിൻ പെട്ടെന്ന് വരികയും ചെയ്യും. ഇത് കാരണം ഈ സാധനം നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് കുരു ഉണ്ടാക്കാനായിട്ട് കാരണമാകും. അതിനാണ് നമ്മൾ റെറ്റിനൽ പേർജിങ് എന്ന് പറയുന്നത്. സ്കിൻ ഒന്ന് അഡാപ്റ്റ് ആവുന്ന പെട്ടെന്ന് പെട്ടെന്ന് ഈ ഫേസ് സ്കിൻ സൈക്കിൾ കൂടുന്നതുകൊണ്ട് നമ്മുടെ സ്കിൻ ഒന്ന് അഡാപ്റ്റ് ആവാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ പർജിങ് വരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പറയും നമ്മൾ അണ്ടർനീത്തിലേക്ക് കുരു എല്ലാം പെട്ടെന്ന് വന്ന് പോയി എന്ന് വേണം, ജീവിതകാലം മൊത്തം വരെയുള്ള കുരു ഒറ്റയടിക്ക് വന്ന് പോയി നമ്മൾ കളിക്ക് പറയാറുണ്ട്. സോ അത് നോർമലാണ്. പിന്നെ ഈ പീലിംഗ് അല്ലെങ്കിൽ ഇറിറ്റേഷൻസ് ഒക്കെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ റെറ്റിനോയിൻ സ്കിൻ ഇറിറ്റേറ്റിംഗ് ആണ് എന്നുള്ളതിന്റെ കൂടെ തന്നെ സ്കിൻ നന്നായിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്യാനും കാരണമാവും. കാരണം എക്സ്ഫോളിയേറ്റ് ചെയ്യുമ്പോൾ സ്കിൻ ഡീഹൈഡ്രേറ്റ് ആവുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്കിൻ മോയിസ്ചറൈസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചില സമയങ്ങളിൽ ഡോക്ടേഴ്സ് പറയാൻ വിട്ടുപോകും, നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ഞാനും ഒക്കെ ഫസ്റ്റ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് കറക്റ്റ് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു ഡോക്ടറെ കണ്ടപ്പോഴാണ് പുള്ളിക്കാരി എനിക്ക് പറഞ്ഞു തന്നു, മോളെ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് മോയിസ്ചറൈസ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ സ്കിൻ പെട്ടെന്ന് പീൽ ആവുന്നു. ഓക്കെ, അപ്പൊ ഡെഫിനറ്റ്ലി നമ്മൾ നന്നായിട്ട് സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ല നിങ്ങൾക്ക് വീണ്ടും പീലിംഗ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് സാൻഡ്വിച്ച് മെത്തേഡ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതായത് 1 ലെയറിൽ നമ്മൾ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഒരു മോയിസ്ചറൈസർ യൂസ് ചെയ്യുക, ദെൻ നിങ്ങളുടെ ട്രെറ്റിനോയിൻ യൂസ് ചെയ്യുക, ദെൻ വീണ്ടും നിങ്ങളുടെ ആ മോയിസ്ചറൈസർ കവർ ചെയ്താൽ മതി. അപ്പൊ ട്രെറ്റിനോയിൻ ഇങ്ങനെ ഒരു സാൻഡ്വിച്ച് മെത്തേഡ് ഇരിക്കും, ഇടയ്ക്ക് ഇരിക്കും, കുറച്ച് പെനിട്രേഷൻ ഉണ്ടാവില്ല, ഹൈഡ്രേഷനും കിട്ടും, എന്നാൽ പീലിംഗ് ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു 2-3 ആഴ്ച കണ്ടിന്യൂസ്, പക്ഷെ കുറച്ച് ടൈം എടുക്കും റിസൾട്ട് കിട്ടാം. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്കിൻ ഇറിറ്റേഷൻസ് വരാനായിട്ട് പോകുന്നില്ല. അപ്പൊ ട്രെറ്റിനോയിൻ പീലിംഗ് കാണുമ്പോൾ ട്രെറ്റിനോയിൻ നിർത്തുകയല്ല, ഇങ്ങനെ ഒരു 1-2 ദിവസം ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മതി. അതുപോലെ തന്നെ ട്രെറ്റിനോയിൻ അഗ്ലിങ് വന്നാലും ട്രെറ്റിനോയിൻ നിർത്തരുത്, ട്രെറ്റിനോയിൻ വർക്ക് ആയി എന്നാണ് അതിന്റെ അർത്ഥം. അത് കണ്ടിന്യൂസ് എങ്ങനെയാണോ നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്തത് അതുപോലെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ട്രെറ്റിനോയിനും വിറ്റാമിൻ സി സിറവും ഒരുമിച്ച് യൂസ് ചെയ്യാമോ എന്നുള്ള കാര്യം. ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ട്രെറ്റിനോയിനും വിറ്റാമിൻ സി സിറം യൂസ് ചെയ്യാം. പക്ഷേ നമുക്കൊരു ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ നമ്മൾ പറയും വിറ്റാമിൻ സി യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ആക്റ്റീവ് ആക്നെ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഡോക്ടർ ട്രെറ്റിനോയിൻ പ്രിസ്ക്രൈബ് ചെയ്ത്. സോ അതുകൊണ്ട് നമ്മൾ വിറ്റാമിൻ സി അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ട്രെറ്റിനോയിനൊക്കെ യൂസ് ചെയ്ത സ്കിൻ ഒന്ന് കാമായിട്ട്, ട്രെറ്റിനോയിൻ യൂസ് ചെയ്ത സ്കിൻ കാമാവുന്നല്ല, നിങ്ങളുടെ പിമ്പിൾസ് മൊത്തം മാറിയതിന് ശേഷം വിറ്റാമിൻ സി എടുക്കുന്നതാണ് നല്ലത്. അല്ലാണ്ട് വിറ്റാമിൻ സി റെറ്റിനോൾ അല്ലെങ്കിൽ ട്രെറ്റിനോൾ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ എടുക്കുന്നതുകൊണ്ട് ഇഷ്യൂ ഒന്നുമില്ല. പക്ഷെ കറന്റ് ഫേസിൽ പിമ്പിൾസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ വിറ്റാമിൻ സി എടുക്കുന്നതിനേക്കാളും നല്ലത് പിമ്പിൾസ് വന്നിട്ട് മാറിയതിന് ശേഷം വിറ്റാമിൻ സി എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ട്രെറ്റിനോയിൻ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ കൂടെ യൂസ് ചെയ്യാൻ പാടില്ലാത്ത അറ്റ് എ ടൈം യൂസ് ചെയ്യുന്നത്? കാരണം ഇപ്പൊ നിങ്ങൾ ട്രെറ്റിനോയിൻ നൈറ്റ് യൂസ് ചെയ്യണമെങ്കിൽ അതിന്റെ കൂടെ അതേ സമയം നൈറ്റിൽ എന്നൊക്കെ യൂസ് ചെയ്തുകൂടാ. സാലിസിലിക് ആസിഡ് സിറത്തിൽ അല്ലെങ്കിൽ ടോണർ, ഗ്ലൈക്കോളിക് ആസിഡ് സിറം അല്ലെങ്കിൽ ടോണർ. പിന്നെ ട്രെറ്റിനോയിൻ യൂസ് ചെയ്തിട്ടും ചില ആൾക്കാർ നമ്മൾ അല്ലാണ്ട് വാങ്ങിക്കും, നോൺ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള റെറ്റിനോൾ വാങ്ങിക്കും, അത് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ബെൻസോയിൽ പെറോക്സൈഡിന്റെ ക്രീം യൂസ് ചെയ്യാൻ പാടില്ല. ബെൻസോയിൽ പെറോക്സൈഡ് ക്രീമും ട്രെറ്റിനോയിൻ അല്ലെങ്കിൽ അഡാപ്റ്റിൻ കൂടെ റെക്കമെൻഡ് ചെയ്യുന്ന സാധനമാണ്. പക്ഷെ ഇത് എപ്പോഴും മോർണിംഗും നൈറ്റും ആയിട്ടായിരിക്കും യൂസ് ചെയ്യാറുള്ളത്. അത് അങ്ങനെ തന്നെ യൂസ് ചെയ്യുക. കാരണം ഇതിനകത്ത് പലതും സ്കിൻ പി എച്ച് മാറ്റുന്നത്, സ്കിൻ ഓയിൽനെസ് കൺട്രോൾ ചെയ്യുന്നതായിട്ടുള്ള സാധനമാണ്. ട്രെറ്റിനോയിനും സെയിം ഫംഗ്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് അത് രണ്ടും കൂടെ ഒരുമിച്ച് ഉപയോഗിച്ചാൽ അത് ഇരട്ടിയാവുന്ന ചില സമയത്ത് നല്ലതല്ല, ചില സമയത്തല്ല. സ്കിൻ ഡ്രൈയിങ്ങിന്റെ കണ്ടീഷൻ വരുമ്പോൾ അത് ഒരിക്കലും നല്ലതല്ല. അപ്പൊ ഈ സാധനങ്ങൾ എപ്പോഴും അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ക്ലോസ്ഡ് കൊമഡോൺസ് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഓപ്പൺ കൊമഡോൺസ് വരുമ്പോഴത്തേക്ക് ബെൻസോയിൽ പെറോക്സൈഡ് നല്ലതാണോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആക്ച്വലി ആണ്. പ്രത്യേകിച്ചും ഓപ്പൺ കൊമഡോൺസ് വരുന്ന സമയത്ത്. ക്ലോസ്ഡ് കൊമഡോൺസ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്ന് പിമ്പിൾസ് ആയിട്ട് മാറുന്നെങ്കിൽ നമുക്ക് ബെൻസോയിൽ പെറോക്സൈഡ് ഹെൽപ്പ് ചെയ്യും. പക്ഷെ അതല്ല, ഓപ്പൺ കൊമഡോൺസ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ബെൻസോയിൽ പെറോക്സൈഡ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഓപ്പൺ കൊമഡോൺസ് ആകുമ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാൻ കുറച്ചും കൂടെ ഫാസ്റ്റ് ആണ്. സോ അതുകൊണ്ട് നമുക്ക് ബെൻസോയിൽ പെറോക്സൈഡ് ക്ലോസ്ഡ് കൊമഡോൺസിന്റെ ടൈമിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. സോ ഓപ്പൺ കൊമഡോൺസിന്റെ സമയത്ത് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ സാലിസിലിക് ആസിഡും അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡും അല്ലെങ്കിൽ റെറ്റിനോളും ഒന്നും യൂസ് ചെയ്യാത്ത സമയത്ത് നിങ്ങൾക്ക് ബെൻസോയിൽ പെറോക്സൈഡ് യൂസ് ചെയ്യാം. ബെൻസോയിൽ പെറോക്സൈഡ് യൂസ് ചെയ്യുന്ന ദിവസം നയാസിനമൈഡ് സെറം യൂസ് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറെ ക്വസ്റ്റ്യൻ ഇതിന്റെ റൗണ്ട് ചെയ്ത് വന്നതാണ്, 5% നയാസിനമൈഡ് സെറം ആണ്. ഞാൻ ബിഗിനർ ആണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ചേഞ്ച് കാണുന്ന എത്ര ടൈം എടുക്കും? ആക്ച്വലി ചേഞ്ച് പേഴ്സൺ ടു പേഴ്സൺ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അല്ലാണ്ട് 7 ദിവസം കൊണ്ട് നിങ്ങളുടെ അത് പോകും അല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് നിങ്ങളുടെ ഇത് പോകും എന്നൊക്കെ പറയുന്നത് ലിറ്ററലി മാർക്കറ്റിംഗ് ഗിമിക്കുകൾ മാത്രമാണ്. അത് ഓരോരുത്തരും സ്കിൻ സൈക്കിൾ വെച്ചിട്ട് വരും. ഇപ്പൊ അവർ ചിലപ്പം ഇപ്പം സാലിസിലിക് ആസിഡ് പിമ്പിൾസ് മാറ്റാനായിട്ട് 2 ആഴ്ച എടുക്കുമെന്ന് വെച്ചാൽ അവർ ടെസ്റ്റ് ചെയ്ത് ആ ഒരു പേഴ്സണിൽ അത് 2 ആഴ്ച കൊണ്ടായിരിക്കും മാറ്റിയിട്ടുണ്ടാവുക. ചിലപ്പോൾ എല്ലാവർക്കും 2 ആഴ്ച കൊണ്ട് മാറണം എന്നില്ല, അത് എപ്പോഴും മനസ്സിലാക്കുക. പിന്നെ 5% മാത്രമേ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ പോസ് കംപ്ലീറ്റ്ലി മാറ്റാനായിട്ട് പറ്റത്തില്ല. പ്രത്യേകിച്ച് എക്സസീവ് ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ 5% ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ മാത്രമാണെന്ന് എപ്പോഴും മനസ്സിലാക്കുക. 5% യൂസ് ചെയ്ത് സ്കിന്നിനെ ഒന്ന് അഡാപ്റ്റ് ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ 10 പോകുമ്പോഴേ നമുക്ക് നന്നായിട്ട് ഓപ്പൺ പോസ് മാറാനായിട്ട് പറ്റും. ചില ആൾക്കാർക്ക് 20% വരെ യൂസ് ചെയ്താൽ മാത്രമേ ഓപ്പൺ പോസ് മാറ്റാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഡയറക്ട്ലി കയറി 20% നാസിനമൈഡ് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. നമുക്ക് ഇപ്പൊ ഒരു ലാഡർ വെച്ചിട്ട് നമുക്ക് ബിൽഡിങ്ങിന്റെ മുകളിൽ എത്തണം.
താഴത്തെ സ്റ്റെപ്പ് ചവിട്ടാതെ ലിഫ്റ്റിലെങ്കിലും കയറിയല്ലേ നമുക്ക് മുകളിൽ എത്താൻ പറ്റും. ഡയറക്റ്റ് ഫ്ലൈ ചെയ്ത് എത്താനായിട്ട് മനുഷ്യന് വിങ്സ് ഇല്ലാത്തടത്തോളം കാലം നടക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റെപ്പിംഗ് സ്റ്റോൺ എപ്പോഴും വേണം. അതിനാണ് നമ്മൾ ഈ 5%ഉം 10% ഒക്കെ നയാസിനമൈഡ്സ് ആണ് യൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദി പീപ്പിളിനും 10% ആണ്. എന്നെ പോലെയുള്ള ചില ഭയങ്കര സ്റ്റബേൺ ആയിട്ടുള്ള സ്കിൻകാരൊക്കെ ആണെങ്കിൽ 12% വരെ അത് വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് 10%ലൊക്കെ റിസൾട്ട് കിട്ടിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ നയാസിനമൈഡ് എടുക്കൽ നിർത്തി. കാരണം എന്റെ ഓപ്പൺ പോസ് മാറിയല്ലോ. ഞാൻ നയാസിനമൈഡ് എടുക്കൽ നിർത്തി. പക്ഷെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തതുകൊണ്ട് കണ്ട സാധനങ്ങളെല്ലാം പരീക്ഷിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് പറഞ്ഞിട്ടുണ്ട്. പരീക്ഷിച്ചപ്പോൾ എന്റെ ഓപ്പൺ പോസിന്റെ അപ്പിയറൻസ് കൂടി, സ്കിൻ ഡ്രൈ ആവാന്നുണ്ടെങ്കിൽ എന്റെ ഓപ്പൺ പോസിന്റെ അപ്പിയറൻസ് കൂടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എനിക്ക് വീണ്ടും നയാസിനമൈഡ് സെറം സ്കിൻ ഹൈഡ്രേഷന് വേണ്ടി യൂസ് ചെയ്തു. അപ്പൊ ഞാൻ 10% യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഫലം കിട്ടിയില്ല. അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്ത് ഫോക്സ്റ്റൈലിൽ 12% നയാസിനമൈഡ് സെറം. ഡെഫിനറ്റ്ലി നമുക്ക് കോൺസെൻട്രേഷൻ കൂടുമ്പോൾ അതിന്റെ എന്താ പറയുന്നത് പവർഫുൾനെസ് കൂടുമ്പോൾ അതിന്റെ എന്താ പറയുന്നത് ഇത് റിസൾട്ട് മാറുമല്ലോ. അതുപോലെ എനിക്ക് 10%നേക്കാളും 12% കുറച്ചുകൂടി വർക്കായി. പക്ഷെ ചില ആൾക്കാർക്ക് 10% തന്നെ റിസൾട്ട് കിട്ടുകയും ചെയ്യും. അത് പേഴ്സൺ ടു പേഴ്സൺ മാറും, അത്രേ ഉള്ളൂ. 5%ൽ റിസൾട്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടുന്ന ആൾക്കാരുണ്ട്, കിട്ടാത്ത ആൾക്കാരും ഉണ്ട്. അത് മനസ്സിൽ വെക്കുക. നിങ്ങൾക്ക് നല്ല എക്സീവ് ആയിട്ടുണ്ടെങ്കിൽ 5 യൂസ് ചെയ്ത് ദെൻ 10 വരുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. ഇന്നത്തെ Q&A കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുള്ളൂ. കാരണം കുറച്ച് പേഴ്സണൽ കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. പക്ഷേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഞാൻ മിസ് ആക്കിയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് Q&A ഞാൻ ഡെഫിനറ്റ്ലി ആൻസർ ചെയ്യും. അതല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്സിലൊക്കെ ചെയ്ത് തീർക്കാം. അല്ലെങ്കിൽ ലോങ് ആണെങ്കിൽ ലോങ് ക്വസ്റ്റ്യൻ ആയിട്ടും തീർക്കാം. ക്ലോസ്ഡ് കൊമഡോൺസിനെ പറ്റി ഓപ്പൺ കൊമഡോൺസിനെ പറ്റി ലോങ് വീഡിയോ ചെയ്യണമെങ്കിൽ പറയാൻ മറക്കണം. നമുക്ക് ഉറപ്പായിട്ടും ചെയ്യാവുന്ന ലിറ്ററലി സ്കിൻ കെയർ റൊട്ടീൻ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക ഒരിക്കലും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ട്യൂസ്ഡേ അല്ലെങ്കിൽ തേഴ്സ്ഡേ സൺഡേസ് വരുന്നത് ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്.